മഹിതമാം വഴിയിലേ, മഹിതമാം വഴിയിലേ തിരുസഭ പഥികരേ, മോക്ഷവഴിയേ യാത്രയിനേറെ, മോക്ഷവഴിയേ യാത്രയിനേറെ. മഹിതമാം വഴിയിലേ തിരുസഭ പഥികരേ, മോക്ഷവഴിയേ യാത്രയിനേറെ, മോക്ഷവഴിയേ യാത്രയിനേറെ. മോഹം തകർന്നു വീഴുമ്പോൾ, ദീപം പൊലിഞ്ഞു പോകുമ്പോൾ, പ്രാണൻ പിടഞ്ഞു കേഴുമ്പോൾ, ശാപം കുമിഞ്ഞു കൂടുമ്പോൾ, യേശു മഹേശനേ വഴി തീർത്ഥം പകർന്നു പോകവേ, സുഭഗമോഹനമാകും സുഹൃത ജീവിതമേ. മഹിതമാം വഴിയിലേ തിരുസഭ പഥികരേ, മോക്ഷവഴിയേ യാത്രയിനേറെ, മോക്ഷവഴിയേ യാത്രയിനേറെ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം The word of God is perfect. ദൈവത്തിന്റെ വചനം തികവുള്ളത്. സങ്കീർത്തനങ്ങൾ 119 97 വാക്യം. Psalm 119 verse 97. Oh, how I love your law. It's my meditation all the day. നിന്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം, ഇടവിടാതെ അത് എൻ്റെ ധ്യാനമാകുന്നു. പരിശുദ്ധാത്മാവ് ദൈവമേ, ഈ തിരുവചനം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണമേ. അവിടുന്നാണല്ലോ ഈ വചനം എഴുതി തന്നത്. അവിടുത്തെ വചനം പറയുന്നുവല്ലോ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ സകലരും പഠിപ്പിക്കപ്പെടുമെന്ന്. അവിടെ ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ചനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവത്തിൻ്റെ വചനം തികവുള്ളത്. ദൈവത്തിൻ്റെ ന്യായപ്രമാണങ്ങൾ തികവുള്ളതാണ്. അത് നമുക്ക് വിവേകം നേടിത്തരുന്നു. ദൈവത്തിൻ്റെ വചനം നമുക്ക് വിവേകം നേടിത്തരികയും വിശുദ്ധീകരിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനം കാക്കുമ്പോൾ അനുഗ്രഹീതരും ഭാഗ്യവാന്മാരും ആകുന്നു. സദൃശവാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു. സദൃശവാക്യങ്ങൾ 29 അധ്യായം അതിൻ്റെ 18 വാക്യം. Proverbs chapter 29 verse 18. Where there is no prophetic vision, the people cast off restraint, but blessed is he who keeps the law. ന്യായപ്രമാണം കാത്തുകൊള്ളുന്നവൻ ഭാഗ്യവാൻ. ആമേൻ, ഹല്ലേലൂയ. വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയിൽ ദൈവം തന്നിരിക്കുന്ന ഈ അല്പകാലത്തേക്കുള്ള ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ തികയ്ക്കണമെങ്കിൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ആ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് കർത്താവ് കാണിച്ചിരുന്ന പാതയിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന് സ്വർഗം പറയുന്നത്. ദൈവം നൽകുന്ന ജ്ഞാനം നമുക്ക് സാധിക്കുന്നതിനേക്കാൾ ഉപരി ഉന്നതവും ഉത്കൃഷ്ടവുമാകുന്നു. അതനുസരിച്ച് നാം ജീവിക്കണം. നാം ആയിരിക്കുന്നിടത്ത് ദൈവത്തിനായി പ്രവർത്തിക്കുവാൻ വേണ്ടി
നമുക്ക് കഴിയണം. എങ്കിലേ ജയജീവിതം നയിക്കുവാൻ സാധിക്കൂ. വളർച്ചയില്ലാതിരിക്കുന്നത് തളർച്ചയാണ്. അതിനാൽ നാം ദൈവവചനം പഠിക്കുന്നതിലും ധ്യാനിക്കുന്നതിലും ഉത്സുകരായിരിക്കണം. അതുമൂലം ദൈവസ്നേഹത്തിൽ നിറയപ്പെടുന്നവരായി വിശുദ്ധിയുടെ മാർഗത്തിൽ ജീവിക്കുവാൻ സാധിക്കും. തിരുവചനം നമ്മുടെ നാവിന് ഇമ്പവും മാധുര്യമുള്ളതായി അനുഭവപ്പെടണം. നമ്മുടെ ജീവിതം സാക്ഷ്യമാകുമ്പോൾ മറ്റുള്ളവർക്ക് അത് ഒരു പ്രചോദനമാകും. സത്യത്തിന്റെ പാതയിൽ സ്നേഹത്തിന്റെ കൊടിയുമായി ജീവിക്കുന്ന സാക്ഷികളായി നമുക്ക് മുന്നേറാം. തീർച്ചയായിട്ടും ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഈ ചിന്തകളാൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയനായ കർത്താവേ, ഞങ്ങളെ നേർവഴി കാട്ടുന്നതിന് ന്യായപ്രമാണം നൽകിയിരിക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നപ്പാ, സ്തോത്രം ചെയ്യുന്നപ്പാ. തിരുവചനമനുസരിച്ച് ജീവിപ്പാനുള്ള കൃപ വചനം കേട്ട ഓരോ മക്കൾക്കും നൽകണമേ. കുടുംബമായി ഞങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ജോഷുവായെ പോലെ മാറ്റമില്ലാത്ത തിരുവചന സത്യമനുസരിച്ച് ഞങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം പൂർത്തീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് വചനത്തിൽ പറയുന്നത് പോലെ ഇടവും ബലവും തെറ്റാതെ കണ്ട് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. ഞങ്ങൾ ഒരുമനപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ മാതൃരാജ്യമേ ഇന്ത്യയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ സംസ്ഥാനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ കേരളത്തെയും തമിഴ്നാടിനെയും കർണാടകത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദൈവവചനത്തിന്റെ വെളിച്ചത്താൽ അന്ധകാരത്തിൽ കിടക്കുന്ന ജനം പ്രകാശം കണ്ടുണരുവാൻ, ഹല്ലേലൂയ, ലോകത്തിനായി ഉദയം ചെയ്തിരിക്കുന്ന മാറ്റമില്ലാത്ത തിരുവചന സത്യത്തെ ജനം തിരിച്ചറിയുവാൻ ഓരോ മക്കളുടെയും ആന്തരിക കണ്ണുകളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഭൗതിക നന്മകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ വയലുകളെ, ഞങ്ങളുടെ നിലങ്ങളെ, ഞങ്ങളുടെ തോട്ടങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി നന്ദിയപ്പ, സ്തോത്രം. അവിടുന്ന് തരാതെ ഞങ്ങൾക്കൊന്നുമില്ല. അവിടുന്ന് തന്നിരിക്കുന്ന ബിസിനസ്സിനായി സ്തോത്രം ചെയ്യുന്നു. ബിസിനസ്സുകളുടെ അതിരുകളെ അവിടുന്ന് വിശാലപ്പെടുത്തുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന മക്കൾ, ഹല്ലേലൂയ, ആ ടെൻഷൻ വിട്ടുമാറട്ടെ, ആ ഭയം വിട്ടുമാറട്ടെ, നാളെക്കുറിച്ച് ആകുലതകൾ മാറിപ്പോട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പ്രകാരം, ഹല്ലേലൂയ, ബിസിനസ്സിൽ ഫ്ലറിഷ് ചെയ്യുവാൻ നിന്റെ മക്കളെ ഓരോരുത്തരെയും സഹായിക്കണം. അടഞ്ഞുകിടക്കുന്ന വാതിലുകൾ കർത്താവിൻ്റെ നാമത്തിൽ തുറക്കട്ടെ. ലഭിക്കുവാനുള്ള നന്മകൾ കർത്താവിൻ്റെ നാമത്തിൽ തുറന്നു വരട്ടെ. ഓ ഗ്ലോറി, നന്ദിയോടെ സ്തുതിക്കുന്നപ്പാ. ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്കൂളിലും കോളേജിലും പഠിക്കുന്ന ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കൾ പരിജ്ഞാനത്തോടെ ജീവിക്കുവാൻ, ഹല്ലേലൂയ, സ്വർഗത്തേക്ക് നോക്കി, ക്രിസ്തുവിലേക്ക് നോക്കി, പ്രകാശിതരായ മുഖം ലജ്ജിച്ചു പോകാതെ, യൗവനം തുച്ഛീകരിക്കപ്പെടാതെ അനുഗ്രഹിക്കപ്പെട്ട തലമുറകളായി ജീവിക്കാൻ മക്കളെ സഹായിക്കണം. പരീക്ഷ എഴുതുന്ന മക്കളുണ്ട് കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ബുദ്ധിമണ്ഡലം അനുഗ്രഹിക്കപ്പെടട്ടെ. പഠിക്കുന്നത് നന്നായി ഗ്രഹിച്ചുകൊണ്ട് പരീക്ഷ എഴുതുവാനുള്ള കൃപ മക്കളുടെ മേൽ പകരണം. കൂടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കുന്ന പ്രൊഫസേഴ്സിനെയും ടീച്ചേഴ്സിനെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ലോകത്തിൻ്റെ ഈ ആധുനിക ലോകത്തിൽ പൈശാചിക ശക്തി വെച്ച് നീട്ടുന്ന തിന്മകളെ തിരിച്ചറിയാനുള്ള പരിജ്ഞാനം മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിട്ടുള്ള ഞങ്ങളുടെ മക്കളെയും സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും ഈ തരുണത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരായിരിക്കുന്ന ഇടങ്ങളിൽ നിന്റെ ഉള്ളം കയ്യിൽ സൂക്ഷിക്കണമേ കർത്താവേ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സത്യം രാവകൾ ധ്യാനിക്കുന്ന വിശുദ്ധ വർഗമായി തന്നെ നിലനിൽക്കുവാൻ, വേറിട്ട് നിലനിൽക്കുവാൻ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിക്കണം. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദിയപ്പാ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഭാരം ചുമന്നു പോകുമ്പോൾ, ദേഹം തളർന്നു വീഴുമ്പോൾ, നാഥൻ പകർന്ന വചനങ്ങൾ നാവിൽ പൊതിഞ്ഞ തേൻ കണം, സ്നേഹസ്വരൂപനേ വഴി സൗഖ്യം
പകർന്നു പോകവേ പരമപാവനമാകും അമര ജീവിതമേകൂ മഹിതമാ വഴിയിലേ തിരുസഭ പഥികരേ മോക്ഷവഴിയേ യാത്രയിനിയേറെ മോക്ഷവഴിയേ യാത്രയിനിയേറെ മഹിതമാം വഴിയിലേ തിരുസഭ പഥികരേ മോക്ഷവഴിയേ